ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ വന്നത്. നമ്മുടെ കേരളത്തിൽ ഒരു വാഹനവുമായി പുറത്തിറങ്ങിയാൽ സേഫ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടോ? തിരുവനന്തപുരത്തിന്റെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട റോഡുകളും ഇടറോഡുകളും സഹിതം നവീകരണങ്ങളുടെ പേരിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ചെറുതും വലുതുമായ വാർത്തകളിൽ വന്നതും വരാത്തതുമായ ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു അപകട ഭീഷണി നേരിട്ട് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞാനിപ്പോൾ കഴക്കൂട്ടത്ത് നിന്നും കണിയാപുരത്തേക്ക് പോകുന്ന നാഷണൽ ഹൈവേയിലാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ റോഡിന്റെ നടുക്ക് പലയിടത്തും ബ്രിക്ക് ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ പലയിടത്തും ബ്രിക്കുകൾ ഇളകി റോഡിലേക്ക് മാറിയ അവസ്ഥയിലാണ്. നിങ്ങൾക്കിത് ചെറിയ കാര്യമായി ഇപ്പോൾ തോന്നിയേക്കാം, എന്നാൽ ഇവ ഉണ്ടാകുന്ന അപകടം വളരെ വലുതാണ്. ഉദാഹരണത്തിന്, രാത്രി 2 വീലറിൽ വരുന്നൊരു ഫാമിലി ഈ ബ്രിക്ക് റോഡിൽ കിടക്കുന്നത് കാണുന്നില്ല എന്ന് കരുതുക. പകരം ബ്രിക്കിന് മുകളിൽ വാഹനം കയറ്റി മറ്റൊരു വണ്ടിയുമായി ഇടിക്കുകയോ അല്ലെങ്കിൽ വണ്ടി സ്കിഡായി വീഴുന്ന വീഴ്ചയിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതൊരു വലിയ അപകടം തന്നെയാണ്. അപ്പോൾ ആരാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്? ഒരു അപകടം നടന്നതിന് ശേഷം കുറച്ചു നേരത്തേക്ക് മാത്രം സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് കാര്യമില്ല. ഇവിടെയാണ് നമ്മുടെ അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. ഒരു പ്രോപ്പർ കോർഡിനേഷനും സിസ്റ്റംസും ഒക്കെ കൊണ്ടുവരണം. കഴിഞ്ഞിടെ നമ്മൾ കണ്ട വാർത്തയാണ് വെൺപാലവട്ടത്തെ ഫ്ലൈ ഓവറിൽ നിന്നും ഒരു സ്കൂട്ടർ യാത്രിക താഴെ വീണ് മരണപ്പെട്ടത്. എന്നാൽ മരണത്തിന് ശേഷമാണ് ഫ്ലൈ ഓവറിന്റെ ഡിവൈഡറിന് ഉയരം കുറവാണെന്നും ഇനിയും അതിൽ അപകട സാധ്യതകൾ ഉണ്ടെന്നും ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ ആമയഴിഞ്ചാം തോടിൽ മരണപ്പെട്ട ജോയിയെ പോലെ ഇനി ഒരു അപകടം ഉണ്ടാകരുത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു ജീവൻ ബലി കൊടുത്താൽ മാത്രമേ പ്രശ്നപരിഹാരം കണ്ടെത്തുവാൻ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കൂ എന്ന് പറയുന്നത് വളരെ ഖേദകരമാണ്. എല്ലാ ജീവനും ഒരു പ്രതീക്ഷയാണ്, വിലപ്പെട്ടതാണ്. ഇതെല്ലാം പൊതുജനങ്ങളിലേക്കും ഉത്തരവാദിത്തപ്പെട്ടവരിലേക്കും എത്തിക്കുക. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നാളെ നമുക്കും ഇത് സംഭവിച്ചേക്കാം. കീപ് ഫോളോയിങ് L4 Lands.